കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ കഴിഞ്ഞ കുറേക്കാലമായി സഭ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി അകൽച്ചയിലായിരുന്നു. ഇക്കാര്യത്തിൽ പലപ്പോഴായി സഭാ നേതൃത്വം തന്നെ പരസ്യമായ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ എക്കാലവും വലതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള സഭ ഇക്കുറിയും അക്കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന നിലപാടിൽ തന്നെയാണ്. ഈ സന്ദേശം മെത്രാന്മാർക്ക് നൽകുകയെന്നതായിരുന്നു വ്യാഴാഴ്ച വിളിച്ചു ചേർത്ത യോഗത്തിന്റെ ഉദ്ദേശ്യവും. യോഗത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് നേരെ ഉയർന്ന നിശിതമായ വിമർശനവും ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. UPA സർക്കാരിനെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി വിമർശിച്ചതിനെയും സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചതിനെയും കർക്കശമായ ഭാഷയിലാണ് സഭാ നേതൃത്വം വിമർശിച്ചത്. സഭ ഈയിടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഇടയലേഖനത്തിൽ തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച നിലപാടിൽ മയം വരുത്തിക്കൊണ്ടുള്ളതായിരുന്നു. റിപ്പോർട്ട് നടപ്പാക്കുന്നത് കർഷകദ്രോഹമാണെന്ന് പറഞ്ഞ ഇടയലേഖനത്തിൽ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരെ പിന്തുണയ്ക്കണമെന്നായിരുന്നു ഉള്ളടക്കം. ആദ്യം കടുത്ത നിലപാടെടുത്ത കർദിനാൾ ജോർജ് ആലഞ്ചേരി തന്നെ ഇതിൽ പിന്നീട് മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴുള്ള സർക്കാരുമായിട്ട് സഭ ചേർന്ന് പോകാനായിട്ട് പരിശ്രമിക്കുകയും അതിൽ നിന്ന് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന നിലപാടിൽ നിന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി തൽക്കാലം പിന്മാറിയിട്ടില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കരട് വിജ്ഞാപനം വരുന്നതോടെ ഈ നിലപാടിൽ നിന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും പിന്മാറിയേക്കും. ഏതായാലും ഇക്കാര്യത്തിൽ തീവ്ര നിലപാട് വേണ്ടെന്ന നിർദ്ദേശം ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് സഭാ നേതൃത്വം നൽകിയിട്ടുണ്ട്. സന്ധ്യ, മീഡിയ 1, കൊച്ചി.